UPSC പ്രിപ്പറേഷൻ ഒരു റോളർ കോസ്റ്റർ പോലെയാണെന്ന് പറയാറുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കും, ചില നല്ല ദിവസങ്ങളുണ്ടാവും. അതേ സമയത്ത് ചില ദിവസങ്ങൾ വളരെ മോശമായിരിക്കും, നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ നിങ്ങളൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് ലേണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നതിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡെയിലി ടാർജറ്റുകൾ, അതായത് എക്കണോമി, പൊളിറ്റി പോലുള്ള സബ്ജക്റ്റുകളുടെ സ്റ്റാറ്റിക് സബ്ജക്റ്റുകളുടെ ഡെയിലി ടാർജറ്റ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കാനുണ്ടാവും, ഡെയിലി റിവിഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡെയിലി പ്രിലിംസിൻ്റെ ടെസ്റ്റുകൾ, അന്ന് പഠിച്ചത് വെച്ചുള്ള സ്റ്റാറ്റിക്കിൻ്റെ ടെസ്റ്റുകളും കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റുകളും UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ CSATൻ്റെ ടെസ്റ്റുകളും ഡെയിലി ഉണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളുടെ മെൻറ്റർ മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റർഷിപ്പും നൽകുന്നതായിരിക്കും. ആൻസർ റൈറ്റിങ്ങും എസ്സേ റൈറ്റിങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീക്കിലും ചെയ്യും. അതുപോലെ തന്നെ ഡിസ്കഷൻ പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-to-1 സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നും ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുന്നതും ഈ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, വളരെ കുറച്ച് ഒരു 1% ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആരാണ് ഈ ഒരു 1% എന്നുള്ളത്? ജസ്റ്റ് ഈ ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതായത് ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ? അതായത് ഈ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷന് ഒരു ദിവസം 8 മണിക്കൂർ കൊടുത്താൽ മതി. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യാനും അതുപോലെ പ്രാക്ടീസും എല്ലാം തന്നെ ഈ ഒരു 8 മണിക്കൂറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വർഷത്തേക്ക് 2025 എക്സാം വരെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ റെഡിയാണോ? അതിനിടയിൽ മറ്റ് എക്സാമിനൊന്നും പോകാതെ സിവിൽ സർവീസ് എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ റെഡിയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും തെറ്റുകൾ മനസ്സിലാക്കി ഇംപ്രവൈസ് ചെയ്ത് കൂടുതൽ മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സമയത്തിൻ്റെ മേലെ വലിയ ഐഡിയ ഉണ്ട്, ബാക്കിയുള്ളതിന് എങ്ങനെയാണ് നമുക്ക് ഐഡിയ ഉണ്ടാവുക എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു 1% ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ മാത്രം സ്വയം ഒന്ന് ചോദിച്ചാൽ മതിയാവും. അതായത് നിങ്ങളുടെ സ്വപ്നമാണ് സിവിൽ സർവീസ് എക്സാം എങ്കിൽ IAS IPS എന്നൊക്കെ പറയുന്നത്, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ? അതായത് അതിനു വേണ്ടിയിട്ട് ഇരുന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് ഉത്തരം യെസ് ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2025 എക്സാം അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ മുന്നോട്ട് പോകാം. എങ്കിൽ ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്ത് ഡെയിലി ടാർഗറ്റുകൾ വെച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്ലബിൽ നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങളിൽ 5-ൽ 5 ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇതൊരു ട്രയൽ ആൻഡ് എറർ പരിപാടിയല്ല. കാരണം ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ റെഡിയാണ്, ഡെയിലി അവേഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്, അടുത്തൊരു വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച് 2025 എക്സാം ക്ലിയർ ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. 6238529059 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 1 hour സെഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന് നിങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പ്രോഗ്രാം എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 hour സെഷനിൽ 1 by 1 ആയിട്ട്, അതായത് 1-to-1 ആയിട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക. കാരണം സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. 2 പ്രോഗ്രാമുകളായിട്ട് നടക്കുന്നത്, ഒന്ന് ജേംസ് ക്ലബ്ബ്, രണ്ടാമത്തത് ജേംസ് പ്ലസ്. ജേംസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസ്സസ് ഇൻക്ലൂഡ് അല്ല. അതായത് ഓൾറെഡി സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് സബ്ജക്റ്റിൻ്റെ മേലെ അത്യാവശ്യം ധാരണയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ജേംസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം. അതായത് ഓൾറെഡി കോച്ചിങ്ങിനൊക്കെ പോയിട്ടുള്ള സെൽഫ് സ്റ്റഡി ചെയ്യുന്ന, അതിന് ശേഷം സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ ക്ലാസ് ഇൻക്ലൂഡ് അല്ല. ഇതിൻ്റെ ഫീസ് 12,000 rupees ആണ് ഈ ഒരു 1 ഇയറിലേക്ക് ഈ എല്ലാ പ്രോഗ്രാമും ഇൻക്ലൂഡഡ് ആയിട്ട്.
അടുത്തത് ജേംസ് പ്ലസ് ആണ്. ഇത് സബ്ജക്റ്റിന്റെ മേലെ കാര്യമായിട്ട് ധാരണയില്ലാത്ത, പൊളിറ്റി, എക്കണോമി തുടങ്ങിയുള്ള സബ്ജക്റ്റുകളുടെ മേലെ കാര്യമായിട്ട് ധാരണയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ജേംസ് പ്ലസ്. അത് ഡെയിലി ക്ലാസ്സുകൾ, ഒരു 2 മണിക്കൂർ ക്ലാസ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും, നിങ്ങളുടെ കൺവീനിയൻസിന് കാണാൻ വേണ്ടി പറ്റും പ്രോഗ്രാം പോകുന്നത്. അതിൻ്റെ ഫീസ് 30,000 റുപ്പീസാണ് 2025 പ്രോഗ്രാം. ഈ ഒരു ഫീ കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നിങ്ങൾക്ക് ഒന്നിച്ചടക്കാൻ പ്രശ്നമില്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, സാമ്പത്തികമായിട്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്.